വയനാട് ദുരന്തഭൂമിയിലെ ജനകീയ തെരച്ചിൽ പുരോഗമിക്കുന്നു. പരിശോധന 6 സോണുകളായി തിരിഞ്ഞ് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്ന നാട്ടുകാരും തെരച്ചിലിൽ. കണ്ടെത്താനുള്ളത് 130 പേരെ. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന് റിപ്പോർട്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. സ്ഥലത്തിന്റെ ചെരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി. ദുരന്ത മേഖലയിലെ മലയോര പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിലെന്നും റിപ്പോർട്ടിൽ. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ട്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതകളുള്ള പ്രദേശങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി സെബി ചെയർപേഴ്സൺ. സ്വഭാവഹത്യ നടത്താനുള്ള ആരോപണമെന്ന് മാധവി പുരീബുച്ച്. ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലുള്ള പ്രതികാരം. നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഏത് ഏജൻസിക്കും നൽകാൻ തയ്യാറെന്നും വിശദീകരണം. JPC അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് കൊടിയിറക്കം. സമാപന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഇന്ത്യ 6 മെഡലുമായി 71ാം സ്ഥാനത്ത്. മാർച്ച് പാസ്റ്റിൽ PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കായിക കോടതി.